ഹേ ഓൾ വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസിനെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഞാനൊരു ഡ്രോപ്പ് ഷിപ്പറാണ്. എനിക്ക് ആക്ച്വലി ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. ഇവിടെ എനിക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം. സോ ഞാനൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലയറിനെ പോയിട്ട് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സപ്ലയറിനോട് പറയുകയാണ് എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, സോ ഞാനിങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്താലോ എന്ന് പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ ഞങ്ങളൊരു അഗ്രിമെൻറ്റിൽ എത്തുന്നു. അയാളുടെ പ്രൊഡക്റ്റ് ഞാൻ സ്റ്റോക്ക് എടുക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അയാളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും പ്രൈസിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഓൺലൈൻ സ്റ്റോറിൽ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ലിസ്റ്റിംഗ് ചെയ്ത ആ ഒരു വെബ്സൈറ്റിലോട്ട് ഒരു യൂസറോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നെന്ന് വിചാരിക്കാം. ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്താൽ ഓർഡർ റിസീവ് ചെയ്യുന്നത് ഞാനായിരിക്കും. ഈ ഓർഡർ ഞാൻ എന്ത് ചെയ്യും, നേരെ സപ്ലയറിന് പാസ് ചെയ്യുന്നുണ്ടാവും. സപ്ലയർ ഡയറക്റ്റ് എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഇവിടെ ഞാൻ പ്രൊഡക്റ്റ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവർക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുകയും അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല. കംപ്ലീറ്റ്ലി അത് ആ ഒരു സൈഡിൽ ആ ഒരു സപ്ലയർ ആയിരിക്കും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടാവുക. എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ എൻ്റെ വെബ്സൈറ്റിൽ മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. പക്ഷേ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ സർവീസ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ ആ ഒരു സ്റ്റോർ ഓണർ ആയിട്ടുള്ള എന്നെ ആയിരിക്കും അത് ഡയറക്റ്റ്ലി ബാധിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിലോട്ട് നല്ല സപ്ലയേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു 3 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ 3 പ്ലാറ്റ്ഫോംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം ഫൈനലൈസ് ചെയ്യണം. ഏതാണ് ലൈക്ക് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കണ്ടുപിടിച്ചാൽ അതായിരിക്കും ബെറ്റർ. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ കുറച്ചും കൂടി വർക്ക്ഔട്ട് ആവുന്നുണ്ടാവുക പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഇങ്ങനെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ പ്രൊഡക്റ്റിനെ സപ്ലൈ ചെയ്യുന്ന സപ്ലൈസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ റോൾ എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ സപ്ലൈസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ വെബ്സൈറ്റ് ആണ് ഇന്ത്യ മാർട്ട്. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇന്ത്യ മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ബ്രിക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ കാണാൻ പറ്റും, കോൺടാക്ട് സപ്ലയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാണുന്നത് പോലെ ആയിരിക്കില്ല ഇവിടെയുള്ള പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസിങ് വളരെ മിനിമൽ ആയിരിക്കും. ആൻഡ് നമുക്കതൊരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടില്ല, ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൈസിന് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, എനിവേ ഇവിടെ ഞാൻ കോൺടാക്ട് സപ്ലയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ സപ്ലയറിനെ കോൺടാക്ട് ചെയ്യാനും പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ എൻക്വയറി നടത്താനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളൊരു സപ്ലയറിനെ ചൂസ് ചെയ്യുന്ന ടൈമിൽ അഫ്കോഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോംസിലായതുകൊണ്ട് തന്നെ സ്കാം ഒരുപാട് നടക്കുന്നുണ്ട്. എന്നാലും ഒരു സപ്ലയറിനെ ചൂസ് ചെയ്യുന്നതിന് മുന്നേ, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാൽ നല്ലതായിരിക്കും. ആ ഒരു സപ്ലയറിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി ടച്ച് ചെയ്തിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഇപ്പോൾ ഒരുപാട് ഒരു സിംഗിൾ പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ സപ്ലൈസ് ഉണ്ടാവും. ആ സപ്ലൈസുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മളൊരു ഡീലിലെത്തുകയാണ് ചെയ്യുക. വൺസ് ആ ഒരു ഡീലിലെത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബാപ്പ് സ്റ്റോർ ആണ്. സോ ഞാനിവിടെ ഗൂഗിളിൽ ബാപ്പ് സ്റ്റോർ എന്ന് അടിക്കുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലോട്ട് ജസ്റ്റ് കയറുക. നിങ്ങളുടെ കോമൺ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കാണാൻ പറ്റും. മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക ക്ലോത്തിങ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ അങ്ങനത്തെ ലൈക്ക് വെയറബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളായിരിക്കും. ലെറ്റ്സ് സേ ഇപ്പോൾ മെൻസ് ടീഷർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെൻസ് ഷർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസും എനിക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, വാട്സപ്പ് ത്രൂ വേണമെങ്കിൽ അയാളെ കണക്ട് ചെയ്യാം, കോൾ ത്രൂ എനിക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി അതല്ല ഡ്രോപ്പ് ഷിപ്പിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും എനിക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ എത്രയാണ് പൈസ വരുന്നുണ്ടാവുക, ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് ആണ്, ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മാസത്തേക്കായിരിക്കും കോൺട്രാക്ട് വരുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റ് ത്രൂ സെറ്റ് ചെയ്യാൻ പറ്റും സപ്ലൈസുമായിട്ട്. ഓക്കെ, സോ 2 വെബ്സൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബാപ്പ് സ്റ്റോർ ആണ്, മറ്റൊന്ന് ഇന്ത്യ മാർട്ട് ആണ്. ആൻഡ് മൂന്നാമത് വരുന്നുണ്ടാവുക DH ഗേറ്റ് ആണ്.
ഈ ഒരു DH ഗേറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിലും നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. കൂടുതലും ചൈന പ്രൊഡക്ട്സ് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ചൈനയിൽ നിന്നൊക്കെ സപ്ലൈസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നാൽ മതി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജേഴ്സി അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ ഇലക്ട്രോണിക്സ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ കിച്ചൺ അപ്ലയൻസ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സപ്ലൈസുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം അവരുമായിട്ടൊരു കരാറിൽ അല്ലെങ്കിൽ അഗ്രിമെന്റിൽ എത്തുക. വൺസ് ഒരു അഗ്രിമെന്റിൽ എത്തിയാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് പുറത്തുനിന്ന് ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ യൂസറോ വന്ന് നമ്മുടെ സൈറ്റിൽ കാണുന്നു, അവർ ആ ഒരു ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഓർഡർ പർച്ചേസ് ചെയ്യുന്നു. ഓർഡർ പർച്ചേസ് ചെയ്താൽ ഓർഡർ നമ്മൾ ഡയറക്റ്റ് ആർക്ക് പാസ് ചെയ്യും, സപ്ലൈസിന് പാസ് ചെയ്യും. സപ്ലൈസ് ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിനെ ആർക്ക് ഡയറക്റ്റ് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക, ഈ പറയുന്ന കസ്റ്റമേഴ്സിന് ഷിപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സ്. ആൻഡ് ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് സപ്ലൈസിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, പക്ഷേ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മാർട്ട്, അതേപോലെ ബാപ്പ് സ്റ്റോർ ആൻഡ് ലാസ്റ്റ് വൺ DH ഗേറ്റ് എന്നുള്ളത്. ഒന്നുകൂടെ പറയാം, ഞാനിപ്പോൾ ഇന്ത്യ മാർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ സ്റ്റാൻഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമ്മളൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മൊബൈൽ ഫോൺ സ്റ്റാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മൊബൈൽ ഫോൺ സ്റ്റാൻഡ് ആൻഡ് ഈ ഒരു മൊബൈൽ ഫോൺ സ്റ്റാൻഡിന് പെർ പീസിന് ഇവിടെ 50 ആണ് റുപ്പീസ് ഉണ്ടാവുന്നത്. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻഡ് ആണ്. ഞാനിപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ലൈക്ക് ആ ഒരു സപ്ലയറിനെ കോൺടാക്ട് ചെയ്യാൻ, അതിൻ്റെ വേറെയും കുറേ ഡീറ്റെയിൽസ് നമുക്കിവിടെ സൈറ്റിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സപ്ലയറിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാനും പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനും അവർ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ എല്ലാവരും ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലൈസിന് നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിൽ കിട്ടും. ഇന്ത്യ മാർട്ട്, ബാപ്പ് സ്റ്റോർ, DH ഗേറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നും ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ സപ്ലൈസിനെ നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്നതാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടും ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടും ഇനിയും അപ്കമിംഗ് വീഡിയോസിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. സോ സീ യു ഓൾ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, ബൈ.